നിങ്ങളുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാനുള്ള ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ ബ്രെയിൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ബ്രെയിനിന്റെ സ്വാഭാവിക വർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസിപ്ലിൻ എന്നത്. അല്ലാതെ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതും മടിയും നമ്മുടെ ക്യാരക്ടറിന്റെ കുഴപ്പമല്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ചില ആളുകൾ ഡിസിപ്ലിൻഡ് ആവുന്നത്? സത്യത്തിൽ ഇവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ബ്രെയിനെ ട്രിക്ക് ചെയ്താണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. സോ അതെങ്ങനെയാണ് എന്നറിഞ്ഞാൽ നമുക്കും നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്ത് ഡിസിപ്ലിൻഡ് ആവാൻ സാധിക്കും. നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തത് തന്നെ വളരെ നീണ്ട കാലത്തെ ഗോൾസ് വെച്ച് വർക്ക് ചെയ്യാനല്ല. അത് ഇവോൾവ് ചെയ്തത് ഒരേ ഒരു കാര്യത്തിനായിട്ടാണ്: എങ്ങനെയെങ്കിലും ഈ നിമിഷം സർവൈവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ബ്രെയിൻ എപ്പോഴും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനർജി സേവ് ചെയ്യുക. രണ്ട്, നാളെയല്ല ഇന്ന് എന്താകുമെന്ന് ചിന്തിക്കുക. ഇന്നത്തെ സാറ്റിസ്ഫാക്ഷൻ, ഇന്നത്തെ സർവൈവൽ. ഈ രണ്ട് ചിന്തകൾ മാത്രമുള്ള ബ്രെയിൻ തലയിൽ വെച്ച് നടക്കുന്ന നമ്മളോട് ജിമ്മിൽ പോകാൻ പറഞ്ഞാൽ, ഒന്ന്, അവിടെ എനർജി നമ്മൾ സേവ് ചെയ്യുന്നില്ല. രണ്ട്, നാളെ ഉണ്ടാകാൻ പോകുന്ന മസിലിന് വേണ്ടിയോ ഹെൽത്തിന് വേണ്ടിയോ ആണ് നമ്മൾ ഇന്ന് അത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിൻ അതിനെ എതിർക്കും. നമുക്കതൊന്നും ചെയ്യാൻ തോന്നില്ല, നമ്മളത് ചെയ്യില്ല. സോ നമ്മൾ ഇവല്യൂഷണറി ആയിട്ട് തന്നെ അങ്ങനെയുള്ള മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ചുറ്റും ഉണ്ടാക്കിയ ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ എനർജി സേവ് ചെയ്ത് ഫുൾ ടൈം കട്ടിലിൽ കിടക്കാൻ അല്ല. കാരണം ഇന്ന് നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു പഴം പറിച്ച് തിന്നാനോ ഒരു ജീവിയെ തല്ലിക്കൊന്ന് തിന്നാനോ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു കൂര പണിത് ജീവിക്കാനോ നമുക്ക് പറ്റില്ല. പണ്ട് കാട്ടിൽ ഇതിനൊന്നും ഓണേഴ്സ് ഇല്ലായിരുന്നു. ഇന്ന് ഓരോ മരത്തിനും മൃഗത്തിനും കോഴിക്കും ആടിനും ഒരു തുണ്ട് ഭൂമിക്കും ഓണേഴ്സ് ഉണ്ട്. സോ ഫുഡ് കണ്ടെത്തണമെങ്കിൽ, എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ ഈ സിസ്റ്റം ഫോളോ ചെയ്ത് ഓണർഷിപ്പ് നേടിയെടുത്ത് മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കൂ. സോ നമ്മുടെ ആ മടിയനായ തലച്ചോറും നമ്മുടെ സൊസൈറ്റി ബിൽഡ് ചെയ്ത ഈ സിസ്റ്റവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ കൂടിയാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുക എന്നത് ആ ബ്രെയിനിൻ്റെ മടിയെ മറികടക്കാൻ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തേ മതിയാകൂ. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്നത് പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. ഇവിടെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വെൽക്കം ബാക്ക്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമായി പോവില്ല. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ ഇനിയും നിങ്ങൾക്ക് എന്നെ മിസ്സായി പോവാതെ ഇരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്റൻഷനലി ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ നമുക്ക് ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കണമെങ്കിൽ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇനി നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പോലും അറിയാതെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പല സിസ്റ്റംസും ഉണ്ട്. ആദ്യം അവിടെ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ 11 മണി വരെ ഉറങ്ങും, ഒരിക്കലും അതിനു മുമ്പ് എനിക്ക് എണ്ണിക്കാൻ സാധിക്കില്ല എന്നൊക്കെ. പക്ഷേ ഇതേ ആൾ ഒരു ജോലിക്ക് കയറിയാൽ അയാളെ രാവിലെ 7 മണിക്ക് എണ്ണിപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയായി 8 മണിക്ക് ഓഫീസിലെത്തിക്കാൻ ആ കമ്പനിക്ക് അറിയാം. അതവരെങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെ അവർക്കത് സാധിക്കുന്നു? സിമ്പിൾ. അവർ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നു. നിങ്ങൾ സൗകര്യം പോലെ എപ്പോഴാ എന്ന് വെച്ചാൽ വന്ന് ജോലി തീർത്ത് പോയാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നാൽ 90% സമയവും അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ ജോലി നമ്മൾ തീർക്കാനും പോകുന്നില്ല. അത് നമ്മളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല കമ്പനികൾ അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി നമ്മുടെ ആ ലേസി ബ്രെയിനിനെ തോൽപ്പിക്കാൻ മോസ്റ്റ് ആളുകൾക്കും പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിക്ക് പഞ്ചിങ് വെച്ചതും 12 മണിക്ക് ലഞ്ച് ടൈം സെറ്റ് ചെയ്തതും 5 മണിക്ക് പഞ്ച് ഔട്ട് ടൈം വെച്ചതും എല്ലാം അവർ സെറ്റ് ചെയ്ത സിസ്റ്റമാണ്. ഇനി കമ്പനിയിൽ ചില സമയങ്ങളില്ലെങ്കിലും ചെയ്യാൻ ജോലിയൊന്നും ഇല്ല എങ്കിൽ പോലും ആ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ സമയത്തെല്ലാം അവിടെ അവൈലബിൾ ആകുക എന്നതും ആ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരു ഈസി ഓപ്ഷനും ഒരു ഹാർഡ് ഓപ്ഷനും ഉണ്ട് എങ്കിൽ മാക്സിമം എത്ര എഫേർട്ട് എടുക്കാതെ പോകാം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ബ്രെയിൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയം, അതല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒന്നും പഠിക്കാതെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് എല്ലാം അവസാനത്തെ ദിവസം, എക്സാമിൻ്റെ അവസാനത്തെ ദിവസം ഇരുന്ന് പഠിക്കുന്നത് ഇതേ കോഗ്നിറ്റീവ് ഈസ് കൊണ്ട് തന്നെയാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സിസ്റ്റം എന്ന് വെച്ചാൽ എണ്ണീക്കാൻ ഒരു ടൈം വെക്കുന്നത് തൊട്ട് കിടക്കാൻ ഒരു ടൈം വെക്കുന്നത് വരെ ഉള്ളതും സിസ്റ്റംസ് ആണ്. ഒരു വളരെ ചെറിയ സിസ്റ്റം ചേഞ്ച് കുറേ കാലം ഫോളോ ചെയ്യുമ്പോൾ മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. നമ്മൾ കരുതുന്നത് പോലെ വലിയ ഒരു ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ലൈഫിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുന്നത്. വളരെ ചെറിയൊരു ഡിഫറൻസിന് പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നമ്മൾ മുന്നോട്ട് സിസ്റ്റം ബിൽഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ മാറ്റാൻ സാധിക്കും. ഇനി വെറും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനും അപ്പുറം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ അത് ഒരു സെനാരിയോയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടു ഇന്നത്തെ മോഡേൺ വേൾഡിൽ മടി പിടിച്ചിരുന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന്. സർവൈവൽ മാത്രമല്ല, സൈക്കോളജിക്കലിയും ഈ മോഡേൺ വേൾഡ് നമ്മളെ ഒരു കോൺഫ്ലിക്റ്റിൽ തള്ളിയിടും. എങ്ങനെയാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, കുറേ കാലമായി ഈ കാട്ടിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്നു, വേറെ ഒരു കാട്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്തില്ല എങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ എന്ത് കരുതും എന്നൊന്നും ആ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ ചിന്തിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇന്നത്തെ വേൾഡിൽ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് എങ്കിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്ന് നമുക്കും മറ്റുള്ളവർക്കും തോന്നും. നമ്മുടെ ജീവിതം തന്നെ മോശമാണ് എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും.
തോന്നിയേക്കാം. ഒരു നാട്ടിൽ കുറേ നാൾ നമ്മൾ നിന്നാലോ ഒരു കമ്പനിയിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്താലോ പോലും പലപ്പോഴും ഈ സ്റ്റാറ്റിക് ഫീൽ നമുക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഈ മോഡേൺ വേൾഡ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കും. ഇൻഫാക്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് ആ പ്രോഗ്രസ് എന്ന ഫീല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ ഇല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് പ്രോഗ്രസ് ഒരിക്കലും ഉണ്ടാവില്ല. ഈ പ്രോഗ്രസ് എന്ന ഫീൽ ഉള്ളിൽ ഉണ്ടായില്ല എങ്കിൽ അത് വലിയ ഡേഞ്ചർ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. നമ്മൾ പതിയെ പ്രോഗ്രസ് ഉണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്യാൻ തുടങ്ങും. പ്രോഗ്രസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. പലതരത്തിലും ഈ ആക്ടിങ്ങും പ്രിറ്റൻഡിങ്ങും ചെയ്യാൻ സാധിക്കും. ഒരു വലിയ കാറ് വാങ്ങിക്കൊണ്ടാവാം, ഒരു വീട് വെച്ചുകൊണ്ടാവാം, ഐഫോൺ വാങ്ങിക്കൊണ്ടാവാം. ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ പ്രിറ്റൻഡിങ് ചെയ്യും. ഞാൻ ഈ മേളിൽ പറഞ്ഞ സംഭവം എല്ലാം ചെയ്ത ആളുകളെല്ലാം ഇതേപോലെ ആക്ടിങ്ങോ പ്രിറ്റൻഡിങ്ങോ ആണ് എന്നല്ല പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒട്ടും പ്രോഗ്രസ് ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഫോഴ്സ്ഡ് പ്രോഗ്രസ് ചെയ്യേണ്ട അവസ്ഥ ചില ആളുകൾക്ക് വരും. ആ ഫോഴ്സ്ഡ് പ്രോഗ്രസ് നമ്മുടെ ഉള്ളിൽ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ആണ് ഉണ്ടാക്കുന്നത്. അതായത് ജോലിക്ക് പോയെങ്കിൽ മാത്രമേ വെച്ച വീടിൻ്റെ EMI അടയ്ക്കാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ. അത് ഫ്രസ്ട്രേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, എക്സോഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഇൻ ദി എൻഡ് ഈ പ്രോഗ്രസ് ഫീല്, അതായത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീല് ചുറ്റുമുള്ളവർക്ക് തോന്നിയാലും റിയാലിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ജെന്യൂൻലി ഫീൽ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് എന്തോ മിസ്സിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മുടെ ഇതേ സെയിം ബ്രെയിൻ വെച്ച് നടന്ന കാട്ടിലെ മനുഷ്യൻ പ്രോഗ്രസ് ആവണം, അച്ചീവ് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടില്ല. ഇന്ന് ഇവിടെ നടക്കുന്ന നമ്മൾക്ക് പ്രോഗ്രസ് ആവണം എന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ്? സെയിം ബ്രെയിൻ അല്ലേ നമ്മുടെ തലയിലിരിക്കുന്നത്. നമ്മുടെ എൻവയൺമെൻറ്റ് തന്നെയാണ് ആ പ്രോഗ്രസ് വേണം എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന എൻവയൺമെൻറ്റ് അല്ലാതെ ഗ്രാജുവലി ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന എൻവയൺമെൻറ്റ് നമ്മുടെ ചുറ്റും ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്ത് ഡിസിപ്ലിൻ കൊണ്ടുവരാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു മെറ്റീരിയൽ എക്സാമ്പിൾ തന്നെ എടുക്കാം പറയാനുള്ള എളുപ്പത്തിനായിട്ട്. ഇപ്പോൾ ഞാനൊരു നല്ല ബൈക്ക് കാണുന്നു. എനിക്ക് ആ ബൈക്ക് വാങ്ങാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം ഞാൻ പണിയെടുക്കുന്നു, ഞാൻ പഠിക്കുന്നു, ജോലി വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു. ബട്ട് അവിടെ റാൻഡമായ എൻവയൺമെൻ്റ് ആണ് എന്നെ അവിടെ കൺട്രോൾ ചെയ്തത്. ഞാൻ ആ ബൈക്ക് അന്ന് കണ്ടില്ല എങ്കിൽ എനിക്ക് ആ മോട്ടിവേഷൻ കിട്ടിയെന്ന് വരില്ല. ഇനി അത് മാത്രമല്ല, ആ ബൈക്ക് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടേക്കാം. ഇനി അതുമല്ല, ഇടയ്ക്ക് വെച്ച് ഇതേപോലെ ഒരു കാറ് വന്നാൽ ആ പ്രീവിയസ് ഡിസയർ നഷ്ടമായിട്ട് പുതിയ കാറ് വാങ്ങാനായിരിക്കും എനിക്ക് മോട്ടിവേഷനോ ആഗ്രഹമോ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതെല്ലാം ഫോൾസ് ഡിസയേഴ്സ് ആണ്. അതുണ്ടാക്കുന്നതും ഒരു ഫോൾസ് ഡിസിപ്ലിൻ മാത്രമാണ്. അത് കുറച്ച് കാലം മാത്രം നിൽക്കും. അത് അച്ചീവ് ചെയ്യുന്ന സമയത്തോ അത് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പോ ഇത് ഡിസപ്പിയർ ആയി പോവുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്ന മോട്ടിവേഷൻ സ്പീച്ചുകളെല്ലാം, അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഈ മോട്ടിവേഷൻ സ്പീച്ചുകളെല്ലാം ഈ തരത്തിലുള്ള ഒരു ഫോൾസ് ഡിസിപ്ലിൻ മാത്രമാണ് നമുക്ക് തരുന്നത്. സച്ചിൻ അങ്ങനെ ചെയ്തു, ധോനി അങ്ങനെ ചെയ്തു, റൊണാൾഡോ ഇത് ചെയ്തു. ഇതൊക്കെ ഒരു ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ കൊണ്ടുവരും എന്നല്ലാതെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഡിസിപ്ലിൻ ഒരിക്കലും കൊണ്ടുതരില്ല. സോ അങ്ങനെ റാൻഡം ആയിട്ടുള്ള എൻവയൺമെൻറ്റിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഏറ്റവും ഷേപ്പ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കൺമുന്നിൽ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന വളരെ അക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് എന്നാണ്. അതല്ലാതെ നമ്മുടെ വിൽ പവറോ സ്ട്രെങ്തോ ഒന്നുമല്ല. ഒരു കുപ്പി വെള്ളം നമ്മുടെ മുന്നിൽ എപ്പോഴും വെച്ചാൽ അത് നമ്മൾ കുടിക്കും. വെള്ളത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി 10 സെമിനാർ അറ്റൻഡ് ചെയ്താലും ചിലപ്പോൾ അത്രയും വെള്ളം കുടിച്ചു എന്ന് വരില്ല. സെമിനാർ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ കുടിക്കുമായിരിക്കും. ബട്ട് നീണ്ട കാലം ആ ശീലം കീപ്പ് ചെയ്യാൻ നമ്മുടെ എൻവയൺമെൻറ്റ് തന്നെ നമ്മൾ മാറ്റിയേ മതിയാകും. സോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും നമ്മളെക്കാൾ സ്ട്രോങ്ങർ ആവണമെന്നൊന്നുമില്ല. അവരുടെ ചുറ്റുമുള്ള സ്പേസ് കുറച്ചുകൂടെ സ്മാർട്ടറായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ലെസ് എനർജി ആൻഡ് എഫേർട്ട് മതിയാകുന്നത് പോലെ. സോ ബ്രെയിനിനെ അവിടെ ട്രിക്ക് ചെയ്ത പോലെയാണ് അവർ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. തൊട്ട് മുന്നിലിരിക്കുന്ന ബുക്ക് എടുത്ത് വായിക്കണോ അതോ അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ഫോൺ പോയി എടുത്തുകൊണ്ട് വന്ന് അതും നോക്കിയിരിക്കണോ എന്ന് 1 മിനിറ്റെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ രണ്ടും നമ്മുടെ തൊട്ട് മുന്നിലാണ് എങ്കിൽ ഒബ്വിയസ്ലി ഫോൺ ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് കുറച്ച് ഡേയ്സ് ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മൾ എടുത്താൽ, നമ്മുടെ എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ആ ഡിസിപ്ലിൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഹാർഡ് വയർഡായിട്ട് മാറും. എന്നാൽ ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തിൽ എൻവയൺമെൻറ്റ് ശരിയാക്കുന്നതിനും അപ്പുറം ഡീപ്പായിട്ട് കുറേ കൂടെ നമ്മുടെ ഡിസിപ്ലിൻ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കോർ ആയിട്ടുള്ള കുറച്ച് ഗോൾസ് ഉണ്ടായിരിക്കും. എങ്ങനെ നമുക്ക് നമ്മുടെ കോർ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം, മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ തന്നെ. മോട്ടിവേഷൻ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പിരിറ്റ് ഒരു കുപ്പിയിൽ ഒഴിച്ച് തുറന്നു വെച്ചിരിക്കുന്നത് പോലെയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കാം, പക്ഷേ മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് ആവിയായി പോകും. ഒരിക്കലും നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാൻ ഒരു ഫ്യൂലായിട്ട് അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സിൽ തന്നെ വേറൊരു ഐഡിയ പറയുന്നുണ്ട്, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യവും ചെയ്യാൻ ഡിസയർ ഉള്ള ഒരു കാര്യവും കൂടി എപ്പോഴും സ്റ്റാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമാണ്, വായന ഉണ്ടാക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഡിസയറും ഉണ്ട്. ഈ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്യുക. എപ്പോൾ കോഫി കുടിക്കുമ്പോഴും ഒരു 2 പേജ് എടുത്ത് വെച്ച് വായിക്കും. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ 2 ആക്ഷൻസും തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകും. ന്യൂറൽ ബോണ്ടിങ് എന്നൊക്കെ പല സ്ഥലത്തും ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഫിസിക്കൽ ന്യൂറൽ ബോണ്ടിങ് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യണോ വേണ്ടയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. സ്ട്രെയിറ്റ് ആ ജോലി നമ്മൾ അങ്ങ് ചെയ്യും. കാരണം ഇത് നമ്മുടെ ഇഷ്ടമുള്ള മറ്റുള്ള
ഒരു ഹാബിറ്റുമായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ബുക്ക് എടുത്ത് വായിച്ച് തുടങ്ങാനുള്ള നിങ്ങളുടെ ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബ്രഷ് ചെയ്യുന്നത്. നമ്മൾ ആരും രാവിലെ തന്നെ എണ്ണിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ആഗ്രഹിച്ച് പോയി ചെയ്യുന്ന ഒന്നല്ല ബ്രഷിംഗ് ടീത്ത് എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചതാണ്. കണ്ണ് തുറന്ന് എണ്ണിറ്റാൽ നേരെ പോയി നമ്മൾ ബ്രഷ് ചെയ്യുക. നാളെ രാവിലെ നിങ്ങൾ എണ്ണിട്ട് ബ്രഷ് ചെയ്യാതെ പോയി ഒരു കസേരയിൽ 20 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കും. എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആയ പോലെ നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങും. കുഞ്ഞിലേ തൊട്ട് തന്നെ വേക്കിംഗ് അപ്പിനോട് സ്റ്റാക്ക് ചെയ്ത് വെച്ചൊരു കാര്യമാണ് ഈ പല്ല് തേക്കുക എന്നത്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഒരു സോളിഡ് ഹാബിറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ സ്റ്റാക്കിംഗ് ഹാബിറ്റിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു ഹാബിറ്റും ഈ വഴി നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ വലിയൊരു ചോദ്യം, നമ്മളിങ്ങനെ ആക്ഷൻസ് ചെയ്താലേ ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്നറിഞ്ഞിട്ടും എന്തിനാണ് നമ്മളിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നോക്കുന്നത് ക്വിക്ക് റിവാർഡ്സ് ആണ്. ഇപ്പോൾ പഠിക്കുന്ന കാര്യം തന്നെ കൺസിഡർ ചെയ്യുക. അത് നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അത് നമുക്ക് ക്വിക്ക് റിവാർഡ് ഒന്നും തരുന്നില്ല. ഇനി 2, നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അറിവ്, അതാണ് അവിടെ റിവാർഡായിട്ട് കിട്ടിയത്. ആ അറിവ് നമ്മൾ ആരെയും കാണിച്ച് നമുക്ക് അപ്രിസിയേഷനും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിവാർഡ് അവിടെ കിട്ടുന്നില്ല. സോ ഒരു തരത്തിലുള്ള റിവാർഡും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ് അവിടെ ഇല്ല. ബട്ട് ആ സെയിം ടൈം നമ്മൾ ഫോൺ നോക്കിയാൽ, ഫോട്ടോസ് പോസ്റ്റ് ചെയ്താലൊക്കെ ഇങ്ങനെയുള്ള ക്വിക്ക് റിവാർഡ്സ് നമ്മളെ കിട്ടും. ആളുകളുടെ അപ്രിസിയേഷൻ, ലൈക്ക് വഴിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം ഒരു തരത്തിലുള്ള റിവാർഡാണ്. അപ്പോൾ ജെയിംസ് ക്ലിയർ പറയുന്ന 4 സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ റീഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഈ 4 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നമുക്ക് റീഡിങ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. 1, അത് ഒബ്വിയസ് ആക്കുക. അതായത് വായിക്കാനുള്ള ബുക്ക് ടേബിളിൽ തന്നെ വെക്കുക. വലിച്ചു വാരിയിടാതെ ക്ലീൻ ആയിട്ട് ടേബിളിൽ തന്നെ വെക്കുക. 2, അട്രാക്റ്റീവ് ആക്കുക. നേരത്തെ പറഞ്ഞ പോലെ കോഫി ഒരു എക്സാമ്പിളാണ്. അതിനോടൊപ്പം നിങ്ങൾ കോഫിയും കൂടെ സ്റ്റാക്ക് ചെയ്യുക. കോഫി അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമാണ് ഇഷ്ടമെങ്കിൽ അതും അതിൻ്റെ കൂടെ സ്റ്റാക്ക് ചെയ്യുക. ഇനി 3, അത് ഈസി ആയിട്ട് എടുക്കുക. അതായത് 2 പേജ് മാത്രം വായിക്കുക. ഓവറായിട്ട് ചെയ്യാൻ നോക്കിയാൽ അധികം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കുക. ഇനി 4, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു കുഞ്ഞ് റിവാർഡ് നമുക്ക് തന്നെ കൊടുക്കുക. ഒന്നുകിൽ ഒരു വൈറ്റ് ബോർഡിൽ നമ്മൾ വായിച്ച് എത്തിയ പേജിൻ്റെ നമ്പർ വലിയ രീതിയിൽ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ഡേ വായിച്ച് കഴിഞ്ഞിട്ട് അത് തുടച്ചതിന് ശേഷം പുതിയ പേജ് നമ്പർ എഴുതി വയ്ക്കുക. എന്തോ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു റിവാർഡിങ് ഫീൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ 4 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? 1, മേക്ക് ഇറ്റ് ഒബ്വിയസ്. 2, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. 3, മേക്ക് ഇറ്റ് ഈസി. 4, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ സിംപ്ലി നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ തന്നെ റീഡിസൈൻ ചെയ്യാനായിട്ട് ഈ 4 സ്റ്റെപ്പുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഗോൾഡ് ലോക്ക് റൂൾ കൂടിയുണ്ട്. നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആവണമെന്നില്ല. മാത്രമല്ല അത് വളരെ ഹാർഡ് ആവാനും പാടില്ല. വളരെ ഈസിയാണ് എങ്കിൽ ആ ആക്ഷൻ കൊണ്ട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും മീനിങ് ആയിട്ട് നടക്കില്ല എന്ന് ഉള്ളിൽ നമുക്ക് തന്നെ അറിയാം. സോ അത് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ തോന്നില്ല. ഇനി അതേസമയം അത് ഒരുപാട് ഹാർഡാണ് എങ്കിൽ ഹ്യൂജ് റെസിസ്റ്റൻസ് ഉണ്ടാകും നമുക്കത് മുന്നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് പിടിച്ചിട്ട് വേണം ചലഞ്ചസ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്ലാൻ ചെയ്യാൻ. ആൻഡ് ഫൈനലി, പ്ലാൻ ഫോർ സെറ്റ് ബാക്സ്. ഒരു പ്ലാനും നമ്മൾ ചെയ്തതുപോലെ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ എന്താണ് നമ്മുടെ പ്ലാൻ വർക്ക് ആവാതെ പോയത് എന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് റീവർക്ക് ചെയ്യാം. ചലഞ്ചസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് നമ്മൾ മനുഷ്യരാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജിമ്മിൽ പോകുന്നു എന്ന് തീരുമാനിക്കുന്നു. ഒരു ദിവസം ജിമ്മിൽ പോകാൻ ഒട്ടും തോന്നുന്നില്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു വോക്കിന് പോകുക. മൂഡ് റെഡിയാക്കാൻ കൂടെ മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യുക. സോ അതാണ് ഒരു ബാക്കപ്പ് പ്ലാൻ. ആ ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ ബ്രേക്ക് ആയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും. പ്ലാനിങ് ഫോർ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബീയിങ് റിയലിസ്റ്റിക് എന്നാണ്. നമ്മൾ ഹാബിറ്റ് ഫോർമേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു സ്പേസ് വേണം. അതാണ് ഈ ബാക്കപ്പ് പ്ലാൻ. അതല്ലെങ്കിൽ സെറ്റ് ബാക്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്നത്. സോ നമ്മൾ ഈ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻസ് ഒക്കെ മാറ്റി മോശമില്ലാത്ത ഡിസിപ്ലിൻ ആവാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടു. 1, സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക. 2, എൻവയൺമെൻറ്റ് അതേപോലെ ആക്കി എടുക്കുക. 3, ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യുക. 4, ബിഹേവിയർ തന്നെ റീഡിസൈൻ ചെയ്യാനായിട്ട് ആ 4 സ്റ്റെപ്പ് പ്രോസസ്സും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഈ കാണുന്ന പ്ലേലിസ്റ്റ് എല്ലാം ഇങ്ങനെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോസാണ്. താല്പര്യമുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.